33 വയസ്സുള്ള വിഭജികയും 30 വയസ്സുള്ള അതുല്യയും, രണ്ടും അമ്മമാർ, രണ്ടും കൊല്ലം സ്വദേശികൾ, മലയാളികൾ. ഈ ജൂലൈയിലാണ് രണ്ടുപേരുടെയും ജീവൻ നമുക്ക് നഷ്ടമായത്. രണ്ടും ഷാർജയിൽ വെച്ചാണ് നടന്നത്. രണ്ടുപേരും നേരിട്ടിരുന്നത് കൊടിയ ഗാർഹിക പീഡനങ്ങളാണ്, സ്വന്തം ഭർത്താവിൽ നിന്ന്, ഭർത്താവിന്റെ ബന്ധുക്കളിൽ നിന്ന്. ഇതിൽ വിഭജിക്കയുടെ തല മൊട്ടയടിക്കുന്നത് വരെയായി കാര്യങ്ങൾ. ഇവർ അനുഭവിച്ച ഗാർഹിക, മാനസിക, ശാരീരിക പീഡനങ്ങൾ ആർക്കും സഹിക്കാവുന്നതിനും അപ്പുറമാണ്. 6 പേജുള്ള സൂയിസൈഡ് നോട്ട് എഴുതി വെച്ചാണ് വിഭജിക സ്വന്തം കുഞ്ഞിനെ കൊണ്ട് യാത്രയാകുന്നത്. ഇതൊന്നും ആത്മഹത്യകളല്ല, ഇതെല്ലാം കൃത്യമായ കൊലപാതകങ്ങൾ തന്നെയാണ്. കേരളം ഓരോ ദിവസവും ഇത്തരത്തിലുള്ള വാർത്തകൾ കേട്ട് ഞെട്ടി ഉണരുകയാണ്. നമ്മൾ ഇത് ഇന്നും ഇന്നലെയും കേൾക്കാൻ തുടങ്ങിയ വാർത്തകളല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ആരാണ് ഇതിന് ഉത്തരവാദിത്വം പറയുക? എങ്ങനെ ഇത്തരമുള്ള സംഭവങ്ങൾക്ക് തടയിടാം? ജസ്റ്റിംഗിലൂടെ ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റ് ആകാശ ശരത്മല വീഡിയോയിലേക്ക് കടക്കാം. നാഷണൽ ക്രൈം ബ്യൂറോയുടെ റിപ്പോർട്ടുകൾ പ്രകാരം 2021 6500 കേസുകളും 2022 6450 കേസുകളും 2023 എത്തുമ്പോൾ 6800ഓളം കേസുകളുമാണ് ദേശീയ തലത്തിൽ ഗാർഹിക പീഡനങ്ങളും സ്ത്രീധന പീഡനങ്ങളുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ. അതായത് നമ്മുടെ ദേശീയ തലത്തിൽ ഓരോ 85 മിനിറ്റിലും ഓരോ പെൺകുട്ടികൾ വീതം ഇത്തരം ഗാർഹിക പീഡനത്തിലും സ്ത്രീധന പീഡനത്തിലും മരണപ്പെടുന്നു. ഇനി കേരളത്തിലേക്ക് വന്നാലോ, 2020 വരെയുള്ള കണക്കെടുത്ത് നോക്കുമ്പോൾ ഏകദേശം 13,000-ൽ അധികം ഗാർഹിക പീഡന കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ ഏകദേശം 34 പേരോളം ഗാർഹിക പീഡനം കാരണം മരണപ്പെടുകയും ചെയ്തു. 2022-21 കാലഘട്ടത്തിൽ ഏകദേശം 20ഓളം പെൺകുട്ടികളാണ് ഇങ്ങനെ മരണപ്പെട്ടത്. 2025 ജൂലൈ മാസം വരെയുള്ള കണക്കുകൾ നമ്മുടെ മുന്നിൽ തന്നെ സ്പഷ്ടമായ ഒന്നാണ്. ഈ മരണങ്ങൾക്കെല്ലാം കാരണം ഇവിടുത്തെ പോലീസോ കോടതികളോ ഗവൺമെന്റോ അല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടുത്തെ ഈ സാമൂഹ്യ വ്യവസ്ഥയാണ് ഈ ഓരോ മരണത്തിനും കാരണം. ഓരോ പെൺകുട്ടികൾ ജനിക്കുന്നത് മുതൽ നിങ്ങൾ മറ്റൊരുവന്റെ വീട്ടിൽ പോകാനുള്ളതാണെന്നും നിങ്ങൾ മറ്റൊരുവന്റെ ഭാര്യയായി ജീവിക്കാനുള്ളതാണെന്നും പഠിപ്പിച്ച് തുടങ്ങുന്നതാണ് ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാനം. അവരോട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ജീവിക്കാൻ, നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കാൻ ആണുങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വിടുന്ന ഈ സൊസൈറ്റി, അവരുടെ പാരൻസ്, ഇനി ആൺകുട്ടികളുടെ പാരൻസോ, നിങ്ങൾ ഒരു സ്ത്രീയോട് എങ്ങനെ പെരുമാറാൻ പാടില്ല എന്ന് പറയാതെ വളർത്തുന്ന പാരൻസ്, നിങ്ങളൊക്കെയാണ് ഇത്തരം മരണങ്ങൾക്കെല്ലാം ഉത്തരവാദി. ഇനി ഉണ്ടാകാൻ പോകുന്ന മരണങ്ങൾക്കും നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി. പെൺമക്കളുള്ള അച്ഛനും അമ്മയോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടിക്ക് ഒരു കല്യാണം ആലോചിക്കുമ്പോൾ ആ കുടുംബത്തിനെ പറ്റി മാത്രമല്ല, ആ ആൺചെറുക്കൻ്റെ A to Z കാര്യങ്ങൾ അവൻ പഠിച്ച സ്കൂളുകളിലും കോളേജിലും അവൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിലും എല്ലാം തിരക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ഡൗറി ചോദിക്കുന്ന ഒരുവന് നമ്മുടെ പെൺകുട്ടിയെ കൊടുക്കില്ല എന്നുള്ള കർക്കശമായ തീരുമാനം നിങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ഓരോ പെൺകുട്ടികളെയും ഏറ്റവും അത്യാവശ്യമായി കൊടുക്കേണ്ട വിദ്യാഭ്യാസവും ജോലിയും വാങ്ങിച്ചു കൊടുക്കുവാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണമെന്നുള്ള അപേക്ഷ കൂടി ഇതിനകത്തുണ്ട്. അതുപോലെ ആൺകുട്ടികളുടെ രക്ഷകർത്താക്കളോട് പറയാനുള്ളത്, എങ്ങനെ പെൺകുട്ടികളെ റെസ്പെക്ട് ചെയ്യണം, ഒരു പെൺകുട്ടിക്ക് എന്താണ് ആവശ്യം, എന്താണ് ആവശ്യമില്ലാത്തത് എന്നത് പറഞ്ഞു പഠിപ്പിക്കേണ്ടത് നിങ്ങൾ ഓരോ അമ്മമാരുമാണ്. ഇന്നാട്ടിലെ എൻ്റെ എത്രയും പ്രിയപ്പെട്ട പെൺകുട്ടികളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ഒട്ടും മടിച്ചു നിൽക്കാതെ നിങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ പുറത്തു പറയാനുള്ള ആർജവം കാണിക്കണം. നിങ്ങൾക്ക് വേണ്ടി ചില നിയമോപദേശങ്ങൾ കൂടെ ഞാൻ തരാം. നിങ്ങളെ സംരക്ഷിക്കുവാനും നിങ്ങളെ ചേർത്ത് നിർത്തുവാനും വേണ്ടി ഇന്നാട്ടിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. ഇത് തക്കതായ രീതിക്ക് വേണ്ട സമയത്ത് ഉപയോഗിക്കാൻ പഠിക്കണം. നമ്മുടെ BNS-ലെ 80 മുതൽ 92 വരെയുള്ള സെക്ഷനുകൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരുക്കിയിട്ടുള്ളതാണ്. അതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നിങ്ങളുടെ പാരൻസോ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ വീട്ടുകാരോ കൂടെ നിൽക്കുന്നില്ല എന്ന് കണ്ടാൽ പോലും പോലീസ് സ്റ്റേഷനിൽ പോകുവാനും ഒരു കംപ്ലൈന്റ് കൊടുക്കുവാനും മടിക്കേണ്ടതില്ല. ഇനി ഒരു പോലീസ് സ്റ്റേഷനിൽ നിങ്ങളുടെ കംപ്ലൈന്റിന്മേൽ FIR ഇടാൻ അവർ മടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇതിന് മൂവ് ചെയ്യാൻ വേണ്ടി കയ്യിൽ കാശില്ല എങ്കിൽ നിങ്ങൾക്ക് സൗജന്യമായി ലീഗൽ എയ്ഡ് നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള നിയമങ്ങളും ഈ കോടതികൾ നിലനിൽക്കുന്നുണ്ട്. ഓരോ കോടതിയുടെ കീഴിലും ഓരോ DLSA-കളും കേരളമൊട്ടാകെ കെൽസയും ഇതിനു വേണ്ടിയാണ് പ്രവർത്തിച്ചു വരുന്നത്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില എമർജൻസി നമ്പറുകൾ കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം. വനിതാ പോലീസ് ഹെൽപ്പ് ലൈനിൽ 1091 എന്ന് പറയുന്ന നമ്പറിലോ ഈ കാണിക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് വിളിക്കാം. അതുപോലെ ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന് വേണ്ടിയിട്ട് കേരള പോലീസിന് പ്രത്യേക നമ്പറുണ്ട്. അതുപോലെ സ്റ്റേറ്റ് വുമൻസ് കമ്മീഷനിലേക്ക് വിളിക്കുവാൻ വേണ്ടി
0471232590 എന്ന നമ്പറിലും സഖി ഓൺ സ്റ്റോപ്പ് സെന്ററുകളുടെ പ്രത്യേക നമ്പറുകളും നമുക്ക് ഈ നാട്ടിൽ ലഭ്യമാണ്. അതുപോലെ നാഷണൽ വുമൻ കമ്മീഷന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.ncw.nic.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നേരിട്ട് കയറി കംപ്ലൈന്റുകൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇത്തരം ഗാർഹിക പീഡനങ്ങളിലോ മറ്റു പ്രശ്നങ്ങളിലോ പെട്ട് നിങ്ങൾ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുകയാണെങ്കിൽ അതിലേക്ക് പോകാതെ ഒരു വാക്കുകൊണ്ടെങ്കിലും നിങ്ങളെ ചേർത്ത് പിടിക്കാൻ പറ്റുന്നവരടുത്തേക്ക് പോവുക. ഇനി അങ്ങനെ നിങ്ങൾക്ക് പറയുവാൻ പറ്റുന്ന ആരുമില്ലെങ്കിൽ കേരള സർക്കാരിൻ്റെയും അതുപോലെ സെൻട്രൽ ഗവൺമെന്റിന്റെയും പല സംവിധാനങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതിൽ കേരളത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ദിശ ഹെൽപ്പ് ലൈനുകൾ. ദിശ ഹെൽപ്പ് ലൈനുകൾ വിളിക്കാൻ 1056 എന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാവും. അതുപോലെ മിഡ് ലൈൻ കേരള ഗവൺമെന്റ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതിലേക്ക് വിളിക്കാൻ 14416 എന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാകും. അതുപോലെ സ്നേഹ സൂയിസൈഡ് പ്രിവെൻഷൻ സെന്റർ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതിന്റെ നമ്പർ ചുവടെ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ തണൽ ഷെൽട്ടർ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാലും നിങ്ങൾക്ക് വേണ്ട മെന്റൽ സപ്പോർട്ടുകളും നിങ്ങൾക്ക് വേണ്ട ലീഗൽ സപ്പോർട്ടുകളും ഈ സംവിധാനത്തിൽ നിന്ന് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഇനി ഇതിൽ നിന്നൊന്നും നിങ്ങൾക്ക് ഒരു സംവിധാനവും സഹായമായി എത്തിയില്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കോടതികൾ നിങ്ങൾക്ക് എല്ലാ സഹായവും നൽകുവാനും നിങ്ങൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ നൽകുവാനും തയ്യാറാണ്. അതിനുവേണ്ടി മുന്നേക്ക് വന്നാൽ മാത്രം മതിയാകും. ഈ നാട്ടിലെ പെൺകുട്ടികളോട് എനിക്ക് പറയുവാനുള്ളത്, ഏറ്റവും നല്ല വിദ്യാഭ്യാസം നേടുക, ഏറ്റവും നല്ല ജോലി നേടുക, സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക. അതിനുശേഷം മാത്രമേ കല്യാണം എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നിങ്ങൾ ചാടി കടക്കുവാൻ പാടുള്ളൂ, ഒരു പാർട്ണറെ തിരഞ്ഞെടുക്കുവാൻ പാടുള്ളൂ. ഇനി ഇങ്ങനെ ഒരു പാർട്ണറെ തിരഞ്ഞെടുക്കുമ്പോഴും 100 വട്ടം ആലോചിക്കുക, 100 ഇടങ്ങളിൽ ഇവരെ പറ്റി തിരക്കുക. ഇനി നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളിലാണെങ്കിൽ അത് പുറത്തു പറയുവാൻ മടിക്കാതെ ഇരിക്കുക. എന്തെങ്കിലും ഒരു സ്നേഹബന്ധത്തിന്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുള്ള സ്ഥലത്തിൽ നിൽക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും തുല്യ അവകാശവും തുല്യനീതിയും വേണ്ട സ്ഥലമാണത്. നിങ്ങളെ സഹായിക്കുവാൻ ഇവിടെ ഒരുപാട് അനവധി സിസ്റ്റം ഉണ്ട്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പുറത്തേക്ക് വരിക, നിങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയുക. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഏറ്റവും പുതിയ വീഡിയോയിൽ കൂടെ കാണും വരേക്കും ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റ് ആകാശ ചട്ടത്തുമല. ഗുഡ് ബൈ.